വനിതാ ക്രിക്കറ്റിൽ ആദ്യ ലോക കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നവി മുംബൈയിലാണ് മത്സരം. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ മൂന്നാം ട്വന്റി മത്സരവും ഇന്ന് നടക്കും. പരമ്പരയിൽ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഫൈസൽ ഹംസയുടെ വിശദാംശങ്ങളുമായി. ഫൈസൽ, ലോക കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ വലിയ പ്രതീക്ഷ മുന്നോക്കി വെക്കുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ? ആര്യ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം കണ്ടതാണ് സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ 7 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും ശക്തരായ ഓസീസിനെ മലർത്തിയടിച്ചുകൊണ്ടാണ്, അത് തന്നെ ഒരു ത്രസിപ്പിക്കുന്ന പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറിയത്. സെമി ഫൈനലിലെ ഏറ്റവും വലിയ സ്കോർ മറികടന്നാണ് ഇന്ത്യയുടെ വിജയമെന്നത് ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഫൈനൽ പോരാട്ടത്തിൽ കഴിഞ്ഞ 2 തവണയും ഇന്ത്യക്ക് ഫൈനലിൽ കാലിടറിയിരുന്നു. 2005 ഓസ്ട്രേലിയയോട് തോറ്റു, 2017 ഇംഗ്ലണ്ടിനോട് തോറ്റു. പക്ഷേ ഇന്ത്യൻ ടീം ഇത്തവണ ഇറങ്ങുന്നത് ജയിക്കാൻ തന്നെയാണ്. ഇന്ത്യൻ വനിതകൾ ആദ്യ കിരീടം തന്നെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. ദക്ഷിണാഫ്രിക്കയുടെയും ലക്ഷ്യം ആദ്യ കിരീടം തന്നെയാണ്. പക്ഷേ ഈ ടൂർണമെന്റിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒപ്പമായിരുന്നു എന്നുള്ള ഒരു കാരണമുണ്ട്. കാരണം ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്ക് തുടർച്ചയായ 3 തോൽവികൾ നേരിട്ടിരുന്നു. അതിലൊന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായ എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യയുടെ ഒരു കരുത്ത് ബാറ്റിംഗ് തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അത് കണ്ടതുമാണ്. ഏതാണ്ട് ബാറ്റർമാരുടെ നിരയിൽ ആദ്യ 8 സ്ഥാനങ്ങളിൽ തന്നെ ഇന്ത്യക്ക് മികച്ച പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്താൻ കെൽപ്പുള്ളവർ ഉണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മാത്രമല്ല, ഹർമൻപ്രീത് കൗർ ക്യാപ്റ്റൻ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ജമീമ റോഡ്രിഗസ്, ഇവരെല്ലാം ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന താരമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പുരുഷ ടീമും ഇന്ന് മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കാൻ ഇറങ്ങുന്നു. ആദ്യ മത്സരം സമനിലയിലായിരുന്നു. മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. 2ാം മത്സരം പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ദയനീയമായി തോറ്റു. ഇന്ത്യൻ ബാറ്റർമാർ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത്. അഭിഷേക് ശർമ്മ മാത്രമാണ് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഒരല്പമെങ്കിലും പിടിച്ചു നിന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഇന്ത്യക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഈ 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. പരമ്പര ഇന്ന് ജയിച്ചാൽ 1-1 എന്ന രീതിയിൽ സമനിലയിലാകും. ആര്യ, ഓക്കെ, വ്യക്തമാണ്. ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകുന്നത്.